ചങ്കുകളെ, സമയം ഏകദേശം ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട്. വിശന്ന് തുടങ്ങി. ഇച്ചിരി ചോറുണ്ണാൻ പോയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നു. നമ്മുടെ കോതമംഗലത്ത് നമ്മുടെ ഓഫീസിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. സ്ഥലം കോതമംഗലത്തുള്ളവർക്കൊക്കെ ഏകദേശം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പതിയെ അങ്ങോട്ടേക്ക് പോകാം. ഈ ഹോട്ടലിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നല്ല ചൂടൻ ചോറാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ചൂടൻ ചോറത്തേക്ക് ഇച്ചിരി പരിപ്പുചാറും ഒക്കെ ഒഴിച്ചു. എത്ര കൂട്ടം കറികളാണെന്നറിയോ? ഒരു എത്രയാ 5-6 കൂട്ടം കറികളുണ്ട്. നമ്മൾ കൂട്ടത്തിൽ വെച്ച് മറ്റേ കൊഴുവ ഫ്രൈയും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പതിയെ കഴിച്ചു തുടങ്ങാം. നല്ല ചൂടാണ് ചോറ്. അച്ചാറുണ്ട്, സർലാസുണ്ട്. ഇത് എന്താ പറയുക അതിനെ, അതവിടുത്തെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഈ ചെമ്മീനൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി. ഇവിടുന്ന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുഡ് കഴിച്ചവർ മിക്കവരും തന്നെ ഇവിടെ തന്നെ വന്നാണ് വീണ്ടും വീണ്ടും കഴിക്കുക. പരിപ്പും ഒക്കെ കൂട്ടി ഒരു പിടുത്തം പിടിക്കാൻ പറ്റിയൊരു കടയാണത്. നല്ല 12 ആകുമ്പോഴേക്കും 12:15 നമുക്ക് വലിയ വിശന്ന് കൊടുക്കും. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ഇവിടെ നിന്നൊക്കെയാണ് ഫുഡ് കഴിക്കാറ്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കെ നമ്മൾ മേടിക്കാറുണ്ട്. സാധാരണ ലിവർ ഫ്രൈ ആണ് എനിക്കിഷ്ടം. ഞാൻ ലിവർ ഫ്രൈ മേടിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ചെന്നപ്പോൾ ലിവർ ഫ്രൈ ഉണ്ടായില്ല. അതാണ് കൊഴുവ മേടിച്ചത്. ആ തോരനൊക്കെ അവരുടെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ഒരു പ്രത്യേക സ്പെഷ്യൽ കറിയാണ് ആ ചെമ്മീനും ഇട്ടിട്ടുള്ള മാങ്ങയും മുരിങ്ങാക്കോലും കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു തേങ്ങ അരച്ചൊരു കറി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്ക. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ വല്ല സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് അല്പം മാറി മൂവാറ്റുപുഴ പോകുന്ന റൂട്ടിൽ മാതാ ബാറിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ ലൊക്കേഷൻ വരുന്നത്.